അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പുതുക്കലിൻ്റെ വേളയിൽ പല പ്രമുഖരായിട്ടുള്ള ചിന്തകരും ചരിത്രകാരന്മാരും ഇന്ദിരയെയും മോദിയെയും താരതമ്യം ചെയ്യുന്നത് സർവ്വസാധാരണമായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ദിരയാണോ മോദിയാണോ ഭേദം എന്ന ചോദ്യം സ്വേച്ഛാധിപത്യത്തിൻ്റെ നിഴലിൽ നിന്ന് അവർ ചോദിക്കുന്നു. ഇന്ദിര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സ്വേച്ഛാധിപത്യം നടപ്പിലാക്കിയപ്പോൾ മോദി അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കി സ്വേച്ഛാധിപത്യത്തെ വാഴ്ച തുടരുകയാണ്. ഇവർ തമ്മിലുള്ള പല കാര്യങ്ങളിലും സാമ്യം വളരെ രസകരമായിട്ടുള്ള രീതിയിൽ പരിശോധിക്കാവുന്നതായിട്ടാണ് ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് പ്രമുഖ ചിന്തകനായിട്ടുള്ള രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്യം എന്ന് പറയുന്നത് രണ്ടുപേരും സ്വന്തം പ്രതിച്ഛായ നിർമ്മിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും മഹത്തായിട്ടുള്ള വ്യക്തികൾ തങ്ങളാണ് എന്ന് സ്ഥാപിക്കുന്നതിൽ ഇന്ദിരാഗാന്ധിയും നരേന്ദ്രമോദിയും ഒട്ടും പിന്നിലായിരുന്നില്ല എന്നതാണ്. സ്വന്തം പ്രതിച്ഛായ നിർമ്മാണത്തിന് അതിനോടൊപ്പം തന്നെ അത് വാഴ്ത്തിപ്പാടുന്നതിന് വേണ്ടി ഉപജാക സംഘങ്ങളെ ഉണ്ടാക്കുന്നതിലും ഇവർ വിജയിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പ്രധാനമായും ഇവർ ചെയ്തത് ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനങ്ങളെ സമ്പൂർണ്ണമായിട്ട് ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. ഭരണഘടനാ സംവിധാനങ്ങളെ അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ദിര ദുർബലപ്പെടുത്തിയപ്പോൾ അങ്ങനെയല്ലാത്ത രീതിയിൽ അത് ദുർബലപ്പെടുത്താനായിട്ടുള്ള കൗശലം നേടുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. ഇന്ന് ഇന്ദിരയുടെ കാലത്തിനേക്കാളൊക്കെ കൂടുതൽ ഭയപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥ വൃന്ദം പ്രവർത്തിക്കുകയോ പെരുമാറുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് പിന്നാലെ വേട്ടപ്പട്ടികളെ പോലെ യഥാർത്ഥത്തിൽ ഭരണഘടനാ സംവിധാനങ്ങളിൽ ചിലത് CBI അല്ലെങ്കിൽ ED അതല്ലെങ്കിൽ NIA തുടങ്ങിയ അന്വേഷണ കമ്മീഷനുകൾ പിന്നാലെ പായുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് കൂടിയാലോചന സംവിധാനത്തെ ഇരുവരും തകർത്തു. ആരുമായും കൂടിയാലോചിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് കൂടിയാലോചനകളും അതിലൂടെയുള്ള കൂട്ടായ തീരുമാനങ്ങളും. അതിന് വശംബദരാവാത്തതായിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു ഇന്ദിരയും അതുപോലെ മോദിയും. ഇന്ദിരയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. അതിന് അവർക്ക് ഉപദേശകനായിട്ട് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് സഞ്ജയ് ഗാന്ധി തന്നെയായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഇവിടെയാണെങ്കിൽ മോദിയുടെ ഉപദേശകൻ എന്ന് പറയുന്നത് അമിത്ഷായാണ്. അമിത്ഷായുടെ അല്ലാതെ മറ്റൊരാളും ഒരു കാര്യവും ആലോചിക്കാനായിട്ട് മോദി തയ്യാറില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നാലാമതായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇരുവരും തങ്ങളുടെ ഭരണാധികാരം ഉറപ്പുവരുത്തുന്നതിനും അതിനെ അടിയുറച്ചതൊക്കെ മാറ്റുന്നതിനു വേണ്ടി തീവ്ര ദേശീയതയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തീവ്ര ദേശീയതയിലൂടെ ഇന്ത്യയിൽ തങ്ങളാണ് അധികാരികൾ, തങ്ങൾക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് നടത്തുക എന്നുള്ളത് അണികൾക്കും അതേപോലെ കൂടെ നിൽക്കുന്നവർക്കും അവർ കൊടുത്ത വലിയ നിർദ്ദേശങ്ങളായിരുന്നു. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തീവ്ര ദേശീയതയുടെ വക്താക്കളായിട്ട് ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും മാറിത്തീരുകയായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. രണ്ടുപേരുടെയും വാഴ്ചയുടെ ചില വ്യത്യാസങ്ങൾ പരിശോധിച്ചാൽ, ഒന്ന്, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ബഹുസ്വരതയെ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ്. ബഹുസ്വരതയുടെ അംഗീകാരത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും, എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളും ഇന്ത്യക്ക് അവകാശികളാണ് എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ അംഗരക്ഷകനായിട്ടുള്ള സിഖുകാരനെ മാറ്റണമെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് പോലും ചെയ്യാതിരുന്നത്. പക്ഷെ അതിനവർ വലിയ വില നൽകേണ്ടി വന്നു. അവരുടെ ജീവൻ തന്നെ അതിനെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. എന്നാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. അദ്ദേഹം ഭൂരിപക്ഷ അഭിപ്രായത്തിലും ഭൂരിപക്ഷ മതത്തിലും ഊന്നി നിന്നുകൊണ്ട് ഭരണം നടത്തുകയും ഭൂരിപക്ഷത്തിന് എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ആവശ്യപ്പെടുന്നത് അത് നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോയത്. ആ പ്രവർത്തനങ്ങൾ അവസാനം എത്തിച്ചത് ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള സഞ്ചാരപഥത്തിലാണ് ഇന്ത്യക്കാരെ എത്തിച്ചത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ വലിയ തരത്തിൽ നമ്മളുടെ ബഹുസ്വരതയെ ഇല്ലായ്മ ചെയ്യുക ഒരു സംഭവമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ പൈതൃകത്തെ മുഴുവനും ഒരു കുടുംബവാഴ്ചയുടെ ഇടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കുടുംബവാഴ്ച സ്ഥാപിതമായി എന്നുള്ളതാണ്. അത് കോൺഗ്രസിന് മാത്രം ബാധകമായ ഒരു വിഷയമല്ല. കോൺഗ്രസിൽ മാത്രമല്ല അത് നിറഞ്ഞത്, നമ്മുടെ നിരവധി പ്രാദേശിക പാർട്ടികൾ അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ താക്കറേമാർ ഉണ്ടാകുന്നു, അതേപോലെ തന്നെ കരുണാനിധിമാർ ഉണ്ടാകുന്നു,
ഓരോ സ്ഥലത്തെയും പ്രാദേശിക കുടുംബങ്ങൾ നമ്മളുടെ പ്രദേശം ഭരിക്കുന്ന തരത്തിലുള്ള കുടുംബവാഴ്ചയെ കൊണ്ടുവന്നു എന്നത് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയായി നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതേസമയം മോദിയാണ് എന്താണ് ചെയ്യുന്നത്? മോദി ചെയ്ത് ഭൂരിപക്ഷവാദം, അതിനോടൊപ്പം തന്നെ സ്വച്ഛാധിപത്യം. ഭൂരിപക്ഷവാദത്തിനോടൊപ്പം സ്വച്ഛാധിപത്യത്തെ ലയിപ്പിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരികയും മോദി ഭരണത്തിൽ നിന്ന് പോയി നിരവധി വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അവയ്ക്ക് മാറ്റം വരാത്ത തരത്തിൽ അതിനെ അരക്കെട്ടുറപ്പുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ഇന്ത്യക്ക് പലതരത്തിലുള്ളതായിട്ടുള്ള മാതൃകകൾ നിർമ്മിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെയും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും. ഇവരിൽ ആരാണ് ഭേദം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി നമുക്ക് ഉത്തരം നൽകാനായിട്ട് കഴിയില്ല. കാരണം രണ്ടുപേരും രണ്ട് പേരുടേതായിട്ടുള്ള രീതിയിൽ ഏറ്റവും മോശമായിട്ടുള്ള മാതൃകകൾ നിർമ്മിച്ച് രാഷ്ട്രീയത്തെ മാറ്റിത്തീർത്തതായിട്ടുള്ള പ്രതിരൂപങ്ങളാണ്. തങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരൂപങ്ങൾ എന്നും പ്രതിച്ഛായകളും എന്നും കരുതുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ നമ്മുടെ ഭരണത്തെയും ജനസമൂഹത്തെയും സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ രൂപങ്ങളാണ് ഇവർ. തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയുടെ ഈ ഓർമ്മ പുതുക്കൽ കാലം എന്ന് പറയുന്നത് സ്വച്ഛാധിപത്യത്തിൻ്റെ ഈ പ്രതിരൂപങ്ങളുടെ ഓർമ്മ പുതുക്കലായി നമുക്ക് വിലയിരുത്താം.